ലെനിനിലേക്ക് കൂടി പോവുകയാണ്. കർണാടക സ്റ്റേറ്റ് ഐ.ടി.സ് എംപ്ലോയീസ് യൂണിയൻ്റെ സെക്രട്ടറി കൂടിയായ ലെനിൽ. ശ്രീ ലെനിൽ, CITUവിനെ പോലെയുള്ള തൊഴിലാളി സംഘടനകൾ ശക്തമായ കേരളത്തിൽ അതിൻ്റെ ഗുണം വലിയൊരു അളവ് വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക സംവിധാനമായി കടന്നു വന്ന IT മേഖലയിലേക്ക് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും ട്രേഡ് യൂണിയനുകൾക്കുമുള്ള പ്രവേശനം തടയുന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണകൂടം പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്, ഒരു ഇടത് സ്വഭാവമുള്ള സംഘടനകളൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്, ബാംഗ്ലൂർ കർണാടകയിലുമൊക്കെ. പക്ഷേ നോക്കൂ, ഈ അന്നയുടെ മരണം തീർത്ത ആഘാതം അത് ഏത് തരത്തിലാണ് നാം പാഠമാക്കേണ്ടത് ലെനിൽ? തികച്ചും ഈ അന്നയെ പോലെയുള്ളവരുടെ മരണം എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അമ്മയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ. അപ്പോ ഇത്തരത്തിലുള്ള അന്നമാർ ഇപ്പം പുറത്തേക്ക് വരുന്ന വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരുപാട് അന്നമാർ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെക്ടറിൽ തന്നെ ജോലി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ധാരണ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ആളുകൾ വർക്ക് ചെയ്യുന്നത് എന്നെങ്കിലും, പക്ഷെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ വരെയൊക്കെ ഓവർ ടൈം എടുക്കേണ്ട സാഹചര്യമാണ് ഈ മേഖലയിൽ തൊഴിലാളികൾക്കുള്ളത്. ഒരു തരത്തിലുള്ള മാനസിക പരിഗണന നൽകാതെയാണ് തൊഴിലാളികളെ IT അല്ലെങ്കിൽ IT അനുബന്ധ മേഖലയിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് എംപ്ലോയീസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റിനും ഒരു തരത്തിലുള്ള വിലയും നൽകാതെയാണ് ആളുകളെ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ചില പഠനങ്ങൾ ഈ അടുത്തായിട്ട് പുറത്തു വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നോളേജ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒക്കെ ഒരു പഠനം ഈ അടുത്ത് പുറത്തു വന്നതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന 45% തൊഴിലാളികൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ അടക്കമുള്ള ഇഷ്യൂസിന് ചികിത്സ തേടുന്നവരാണ്. അതേപോലെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നൊരു പഠനം, അതായത് 55 മണിക്കൂറിൽ കൂടുതൽ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഇടയിൽ നമ്മുടെ ഈ ലോകാരോഗ്യ സംഘടനയും അതേപോലെ ILOയും ചേർന്ന് നടത്തിയൊരു പഠനത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ 35% ഹൈ റിസ്ക് ആണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഉള്ളത്. അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഇഷ്യൂസ്, ഇത് 17% അധിക റിസ്ക് ആണ് ഈ മേഖലയിൽ തുടർച്ചയായിട്ട് 55 മണിക്കൂർ കൂടുതൽ ഒരു വീക്ക് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല, ഈ ഇന്ത്യയിലെ IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് പുറത്തുള്ളതിനേക്കാൾ 30%-ലധികം സമ്മർദ്ദം സഹിക്കേണ്ടി വരുന്നു എന്നും ഉള്ള സ്റ്റഡീസ് ഇപ്പോൾ കർണാടകയുടെ കേസിലാണെങ്കിൽ തന്നെ വിവിധ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തന്നെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ തന്നെ ശക്തമായിട്ട് അതാണ് കാരണം. ഒരു നിയന്ത്രണവും ഭരണകൂടത്തിന് ചെലുത്താനാകുന്നില്ല. അവരെ അങ്ങനെ ചെലുത്താൻ സമ്മർദ്ദമാക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ അഭാവം കൂടി രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്നു.